ഈ ഇടയ്ക്ക് ഞാൻ ശ്രീനിച്ചേട്ടനെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ശ്രീനിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ശ്രീനിച്ചേട്ടന് ഒത്തിരി നായികമാരോട് അഭിനയിച്ചപ്പോൾ ഒത്തിരി പേര് അഭിനയിച്ചു. ശ്രീനിച്ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട നായിക, അഭിനയ രംഗത്ത് ഏറ്റവും ഇഷ്ടം ഉർവശി ചേച്ചി എന്നാണ് എന്നോട് പറഞ്ഞത്. അത് നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു ഇതാണ് പറഞ്ഞത്. എത്രയോ സിനിമകൾ ദിവ്യ ചേച്ചിക്ക് അഭിനയിച്ചു വെച്ചതിൽ ഒരു നായകൻ്റെ പേര് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മളുമായിട്ട് എപ്പോഴും അടുത്ത് എന്ന് അഭിനയിച്ച ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരെ പറയാൻ പറ്റും? എല്ലാവരും ഒന്നായിരിക്കും. പക്ഷെ എങ്കിലും ഏറ്റവും അധികം സിനിമകൾ ചെയ്തതാണ് ജയറാമേട്ടൻ്റെ കൂടെയാണ്. അത് നിങ്ങൾ ഭയങ്കര കോംബോ ആയിരുന്നു ആ സമയത്ത്. ഏറ്റവും കൂടുതൽ സിനിമകൾ നിങ്ങൾ തമ്മിലായിരുന്നു. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള 5 ഞാൻ ചെയ്ത സിനിമകളിൽ 6 സിനിമകൾ ജയറാമേട്ടൻ്റെ കൂടെയാണ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു സബ്ജക്റ്റ് വൈസ്? അതിൽ സബ്ജക്റ്റ് വൈസ് എനിക്ക് കാരുണ്യമാണ്. പക്ഷെ ഞാൻ ആസ്വദിച്ച് അഭിനയിച്ചത് സൂര്യപുത്രനാണ്. ഒരുപാട് ഫൺ മൊമെന്റ്സ് ഉണ്ടായിട്ടുള്ളത്. ഇന്നസെന്റ് അങ്കിളിൻ്റെ കൂടെ ജയറാമേട്ടൻ, ജഗദീഷ് ചേട്ടൻ, ഇന്നസെന്റ് അങ്കിൾ, ജഗതി അങ്കിള്, ഹനീഫിക്ക, ഊട്ടി, ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ. അങ്ങനെ ഈ ആദ്യ സിനിമയിലും അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. കല്യാണ സൗന്ദര്യത്തിലും ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്ന സിനിമയിലാണല്ലോ എത്തിപ്പെടുന്നത്. കുറേ ആർട്ടിസ്റ്റുണ്ട്. ചെയ്തു വെച്ച കുറേ സിനിമ കൂടുതൽ ആളുകളുള്ള സിനിമയിലാണ് അഭിനയിച്ചേക്കുന്നത്. അത് കൂടുതൽ എക്സ്പീരിയൻസ് അല്ല കിട്ടിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ. അതെ അതെ, എന്താ വെച്ചാൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു ന്യൂ കമ്മറെ ടോളറേറ്റ് ചെയ്തുകൊണ്ട് ഇത്രയൊക്കെ എത്തി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല, ആ സ്നേഹം ഞാനിപ്പോഴും പറയുന്നു. ദിവ്യ ഉണ്ണി എന്നൊരു ആക്ടറിനുള്ള സ്നേഹം മലയാളി പ്രേക്ഷകർക്ക് അന്നും ഇന്നും ഒരുപോലെ ഉണ്ട്. ഇപ്പോഴും ഒരു ടി വിയിൽ സിനിമ വന്നാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ. ഞാനൊക്കെ കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. ടി വി വെക്കുമ്പോൾ സിനിമകൾ കാണും. സൂര്യ ടി വിയിലൊക്കെയാണ് കൂടുതൽ സിനിമകൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ട. ആ ദിവ്യ ഉണ്ണി മലയാളത്തിലേക്ക് ഇനി എന്നാണ് ഒരു തിരിച്ചു വരിക സിനിമയിലേക്ക്? പ്രത്യേകമായിട്ടൊന്നും ഉണ്ടാവും ഞങ്ങളുടെ മുമ്പിൽ. സിനിമയിലേക്ക് എന്നായിരിക്കും ഒരു തിരിച്ചു വരവ്? നോക്കാം, നമ്മള് സമയമാകുമ്പോൾ വരട്ടെ എന്ന് വെച്ചിട്ട്. സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നുണ്ടോ? സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നുണ്ട്. ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒഴിവാക്കേണ്ടി വരുന്നു. വേറെ കമ്മിറ്റ്മെന്റ്സും ഉണ്ട്. പ്രയോറിറ്റീസ് ഉണ്ടല്ലോ നമുക്ക്. ഡ്യൂട്ടീസ് ഉണ്ട്, പ്രയോറിറ്റീസ് ഉണ്ട്. സോ അതിനൊക്കെ ചിലപ്പോൾ മുൻതൂക്കം കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് നോക്കാം. വരും. ഇല്ല എന്ന് പറയുന്നത് ഇല്ല ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ പ്രശ്നം. പറഞ്ഞൂടെ ചോദിക്കേണ്ടി വരില്ലല്ലോ. വയ്യെങ്കിൽ അത് പറഞ്ഞൂടേന്നല്ലേ? ഇല്ല, അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നോക്കാം. വരും എന്ന് ഞാൻ ഉറപ്പ് കൊടുക്കാൻ പോവാം. താങ്ക് യു. നമുക്ക് ഈ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് മതി. ഡാൻസിന് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് നല്ല സബ്ജക്റ്റ്. ഇനി ദിവ്യ ഉണ്ണി തിരിച്ചു വരുന്നതിലുള്ള ആ രീതിക്കുള്ള കുടുംബ ചിത്രമായിട്ട് തന്നെ വന്നു. കുടുംബ സദസ്സുകളിലായിരുന്നു ദിവ്യ ഉണ്ണി എന്ന ആക്ടറെ എന്നും സ്നേഹിച്ചിരുന്നത്. ഫാമിലി ആയിരുന്നു. അതേ സബ്ജക്റ്റുമായിട്ട് വീണ്ടും നമ്മളിപ്പോഴും നല്ല സംവിധായകരുണ്ട് കേട്ടോ. പുതിയ സംവിധായകർ എത്ര പേരുണ്ടെന്നറിയോ? ഡെഫിനറ്റ്ലി. പിന്നെ ഞാൻ കാണുന്നുണ്ട്, സ്ഥിരമായിട്ട് അപ്ഡേറ്റഡ് ആണ് ഞാൻ. സോ അങ്ങനെയാണ്. പക്ഷെ സമയക്കുറവുണ്ട്. എല്ലാവരും അവിടെ ഇവിടെ നിന്ന് കൈ കാണിക്കുകയാണ് പത്രസമ്മേളനം. ഞാൻ ഈ സമയമൊന്നും കിട്ടാൻ എൻ്റെ ഇന്റർവ്യൂ തീരാറുള്ളതല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം, പറ്റുമെങ്കിൽ മാത്രം മറുപടി പറയുക. ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മറുപടി വരിക. ഞാൻ ചോദിക്കാതെ പോകുന്നത് ശരിയാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.